മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. ഇന്ന് നാരായണീയം 90-ാമത്തെ ദശകത്തിൽ 6ഉം 7ഉം ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം. അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി. 6ാമത്തെ ശ്ലോകം. മൂർത്തിത്രയാധികമുവാച ച മന്ത്രശാസ്ത്രസ്യാദോ കളായ സുഷമം സകലേശ്വരം ത്വം ധ്യാനം ച നിഷ്കളമസൗ പ്രണവേ ഖലുക്ത്വാ ത്വാമേവ തത്ര സകളം നിജഗാദനാന്യം. ശങ്കരാചാര്യര് നേരത്തെ പറഞ്ഞുല്ലോ, ശ്രീശങ്കരാചാര്യരും ഭഗവാനെ തന്നെയാണ്, വിഷ്ണു ഭഗവാനെ തന്നെയാണ് മൂർത്തിത്രയത്തിൽ ശ്രേഷ്ഠനായിട്ട് പറയണത്. അദ്ദേഹം വിഷ്ണു സഹസ്രനാമം വ്യാഖ്യാനിച്ചതൊക്കെ വിഷ്ണുപരായിട്ടാണ് എന്നൊക്കെ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു നിർത്തി. ഇനി അതിന് ഒന്നും കൂടിയും ബലം സ്ഥാപിക്കുകയാണ് ശങ്കരാചാര്യരെ. വിഷ്ണു തന്നെയാണ് ഏറ്റവും വലിയതായിട്ട് മൂർത്തിത്രയങ്ങളിൽ ശ്രേഷ്ഠനായിട്ട് കണക്കാക്കിയിരുന്നത് വിഷ്ണുവിനെ തന്നെയാണ് എന്ന് ഒന്നും കൂടിയും സമർത്ഥിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് ഈ ശ്ലോകത്തിൽ. മൂർത്തിത്രയാധികം, മൂർത്തിത്രയങ്ങളിൽ വെച്ച് ശ്രേഷ്ഠൻ എന്നല്ല, അതിലും ഉപരിയാണ് ഭഗവാൻ എന്നാണ് പറയണത് ഇവിടെ. മൂർത്തിത്രയാധികം, മൂർത്തിത്രയങ്ങളെ അധിഗമിക്കുന്നത്, അതിനേക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ള, അതിൽ ഉപരിയായിട്ടുള്ളത് ആണ്. മൂർത്തിത്രയാധികം ഉവാച സ ച മന്ത്രശാസ്ത്രസ്യാദോ. മന്ത്രശാസ്ത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശങ്കരാചാര്യർ തന്നെ എഴുതിയിട്ടുള്ളതായിട്ടുള്ള പ്രപഞ്ചസാരം എന്നുള്ളതായിട്ടുള്ള ഒരു ശാസ്ത്ര ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥത്തിൻ്റെ ആദിയിൽ മഹാവിഷ്ണുവിനെയാണ്, അതായത് ഈ മൂർത്തിത്രയങ്ങളുടെയും ഉപരിയായിട്ട് വർത്തിക്കുന്നതായിട്ട് അദ്ദേഹം മഹാവിഷ്ണുവിനെ പറയുന്നുണ്ട് എന്നാണ് പറയണത്. മൂർത്തിത്രയാധികം ഉവാച പറഞ്ഞു. സ മന്ത്രശാസ്ത്രസ്യ ആദൗ, മന്ത്രശാസ്ത്രത്തിൻ്റെ, പ്രപഞ്ചസാരം എന്നുള്ളതായിട്ടുള്ള മന്ത്രശാസ്ത്രത്തിൻ്റെ ആദിയിൽ, തുടക്കത്തിൽ മംഗളമായിട്ടുള്ള ശ്ലോകങ്ങളുടെ കൂട്ടത്തിൽ മഹാവിഷ്ണുവിനെയാണ് 3 മൂർത്തികളുടെയും ഉപരിയായിട്ട് ഈശ്വരരൂപനായിട്ട്. ശൈവന്മാരൊക്കെ അങ്ങനെയാണല്ലോ സ്വതേ. നേരത്തെ കഴിഞ്ഞ ഇതിൽ പറഞ്ഞു, മൂർത്തിത്രയങ്ങൾ ഈശ്വരൻ സദാശിവൻ. സദാശിവനാണ് നിഷ്കളമായിട്ടുള്ള ബ്രഹ്മം, സദാശിവനാണ്. ഈശ്വരൻ എന്നുള്ള സകല ബ്രഹ്മമാണ്. അതായത് മൂർത്തിത്രയങ്ങൾക്കും ഉപരിയാണ് സകല ബ്രഹ്മോദേ, അതിനും ഉപരിയാണ് നിഷ്കള ബ്രഹ്മൻ എന്നാണ്. അപ്പം അങ്ങനെയാണ് ശൈവ മതത്തിലുള്ള പറയണത്. അപ്പോൾ ആ മഹാദേവൻ ശിവനായിട്ടാണ് മഹാദേവനെ ഈ സദാശിവനെയും ഈശ്വരനെയും ഒക്കെ ശിവൻ്റെ ഇതായിട്ടാണ് പറയണത് സ്വതേ ശൈവന്മാർ പറയുമ്പോൾ. പക്ഷെ ഇവിടെ ശങ്കരാചാര്യർ അങ്ങനെയല്ല പറഞ്ഞിരിക്കണത് എന്നാണ് ഇവിടെ ശ്ലോകത്തിൽ പറയണത്. മൂർത്തിത്രയാധികം, മൂർത്തിത്രയങ്ങളുടെയും ഉപരിയായിട്ട് ഈശ്വരനായിട്ട് പറയുന്നത് അദ്ദേഹം മന്ത്രശാസ്ത്രസ്യ ആദൗ, മന്ത്രശാസ്ത്രത്തിൻ്റെ ആദിയിൽ അങ്ങനെ പറയണത് എന്താണ്? കളായ സുഷമം സകലേശ്വരം ത്വം, കളായ സുഷമനായിട്ടുള്ള, കളായം പോലെ, കളായ കുസുമം പോലെ ഉള്ള നിറത്തോടു കൂടിയ, അതായത് കളായ കുസുമം പോലെയുള്ള നിറത്തോടു കൂടിയതെന്ന് വെച്ചാൽ നീലനിറം. നീലനിറം ബാക്കി മഹാവിഷ്ണുവിന് മാത്രമേ നീലനിറമായിട്ട് പറയുള്ളൂ. ബ്രഹ്മാവിന് വെളുപ്പ നിറാണ്, ശിവനും അതേ വെള്ള നിറമായിട്ടാണ്, ഗൗരവ നിറമായിട്ടാണ് ശിവനെയും പറയണത്. അപ്പോൾ മഹാവിഷ്ണു കളായ സുഷമമായിട്ടുള്ള രൂപത്തെ ഉപരിയായിട്ട് പറയുമ്പോൾ അത് വിഷ്ണു തന്നെയാണ് എന്നാണ് പറയണത്. കളായ സുഷമം സകലേശ്വരം, സകലേശ്വരനായിട്ട് പറയുന്നത് മഹാവിഷ്ണുവിനെയാണ് എന്ന് പറയുകയാണ് ഇവിടെ. ധ്യാനം ച നിഷ്കളം അസൗ പ്രണവേ ഖലുക്ത്വ. ധ്യാനം ച, ധ്യാനത്തിനെ കുറിച്ച് പറയണതായിട്ടുള്ള അവസരത്തിൽ നിഷ്കള ബ്രഹ്മത്തിനെ എങ്ങനെയാണ് ധ്യാനിക്കേണ്ടത് എന്ന് പറഞ്ഞതിന് ശേഷം, അതായത് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് നിഷ്കള ബ്രഹ്മത്തിൻ്റെ ധ്യാനം തന്നെയാണ്. ആ നിഷ്കള ബ്രഹ്മത്തിനെ ധ്യാനിക്കാൻ അത്ര തന്നെ എല്ലാവർക്കും സാധിക്കില്ല. എന്താ വെച്ചാൽ യാതൊരു വിശേഷങ്ങളും ഇല്ലാതെ കണ്ട് ഉള്ളതായിട്ടുള്ള ഒന്നിനെ ധ്യാനിക്കുക എന്ന് പറഞ്ഞാൽ, നമ്മുടെ ധ്യാനിക്കണം എന്നുണ്ടെങ്കിൽ അതിനൊരു സാധാരണ ജനങ്ങൾക്കൊക്കെ ഒരു വിഷയമില്ലാതെ കണ്ട് ധ്യാനിക്കാൻ പറ്റില്ല. ബുദ്ധിയിൽ ധ്യാനിക്കണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു രൂപത്തിനെ ആയിട്ടേ ധ്യാനിക്കാൻ പറ്റുള്ളൂ. അതില്ലാതെ കണ്ട് നിഷ്കളമായിട്ടുള്ള ഒരു വിശേഷങ്ങളും ഇല്ലാത്തതായിട്ടുള്ള ഒരു ഇത് ധ്യാനിക്കുക എന്നുള്ളത് പ്രയാസമായിട്ടാണ്. പക്ഷേ ഈ ധ്യാനത്തിൻ്റെ ഏറ്റവും അവസാനത്തെ അവസ്ഥയിൽ അതെത്തും എന്നാണ് പറയണത്. അപ്പം അങ്ങനെയുള്ളതായിട്ടുള്ള ആ നിഷ്കള ബ്രഹ്മത്തിനെയാണ് ആദ്യം ധ്യാനിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട്, അത് കഴിഞ്ഞിട്ട് അത്ര എത്താത്തവർക്ക് സകല ബ്രഹ്മത്തിനെ ധ്യാനിക്കാം
എന്ന് പറഞ്ഞിട്ട് അവിടെ പറയുന്നുണ്ട്. ധ്യാനം ച നിഷ്കളം അസൗ പ്രണവേ ഖലുക്വ. പ്രണവം ആയിട്ടാണ് ആ ഓകാരം ആയിട്ട് ആ പ്രണവത്തിനെ ധ്യാനിക്കാനാണ് പറയണത്. അപ്പോൾ പ്രണവത്തിനെ ധ്യാനിക്കുമ്പോൾ ആ പ്രണവം എന്നുള്ളതായ പ്രണവത്തിൻ്റെ വാച്യമായിട്ട് ആ നിഷ്കള ബ്രഹ്മത്തിനെ സ്വീകരിക്കാനാണ് പറയണത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഉക്തുവ, അത് വിവരിച്ചതിന് ശേഷം ത്വാമേവ തത്ര സകളം നിജഗാത, സകല ബ്രഹ്മമായിട്ട് സകല രൂപമായിട്ട് അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് എന്നാണ്. നിഷ്കള ബ്രഹ്മമായിട്ട് പ്രണവത്തിനെ ധ്യാനിക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് സകല ബ്രഹ്മമായിട്ട്, അത് അത്ര എത്താത്തവര് സകല ബ്രഹ്മമായിട്ട് ധ്യാനിക്കേണ്ടത് ഭഗവാനെയാണ്, ഗുരുവായൂരപ്പനെയാണ് എന്ന ഗുരുവായൂരപ്പൻ്റെ രൂപമാണ് അവിടെ പറയണത്. അദ്ദേഹം ശങ്കരാചാര്യര് പറയണത് എന്നാണ് പറഞ്ഞത് ഈ ശ്ലോകത്തിൽ. ത്വാമേവ തത്ര, അങ്ങയെ തന്നെ സകളം നിജഗാത, സകളമായിട്ട് സകല ബ്രഹ്മമായിട്ട് നിജഗാത പറഞ്ഞു. നിജഗാത നാന്യം, വേറെ ആരെയും അല്ല പറഞ്ഞത്, ഭഗവാനെ ധ്യാനിക്കാനാണ്, ഗുരുവായൂരപ്പനെ ധ്യാനിക്കാനാണ് അദ്ദേഹം അവിടെ പറഞ്ഞിട്ടുള്ളത്. ന അന്യ, വേറെ ആരെയും, ന അന്യം, വേറെ ആരെയും ധ്യാനിക്കാനല്ല പറയണത്, ഭഗവാനെ മഹാവിഷ്ണുവിനെ ധ്യാനിക്കാൻ തന്നെയാണ് എന്ന് പറയാണ്. മൂർത്തിത്രയാധികം, അധികനായിട്ട് മൂർത്തിത്രയങ്ങളുടെയും ഉപരിയായിട്ട് വർത്തിക്കുന്നതായിട്ട് ഉവാച മന്ത്രശാസ്ത്രസ്യ ആദോ, പ്രപഞ്ചസാരം എന്നുള്ളതായിട്ടുള്ള മന്ത്രശാസ്ത്രത്തിൻ്റെ ആദിയിൽ മംഗളശ്ലോകങ്ങൾ പറയുന്ന കൂട്ടത്തിൽ അദ്ദേഹം കളായ സുഷമനായിട്ടുള്ള സകലേശ്വരനായിട്ടുള്ള ഭഗവാനെ ഗുരുവായൂരപ്പനെ തന്നെയാണ് അവിടെ പറയണത്. അതായത് ഈശ്വരരൂപിയായിട്ട് പറയണത് ഭഗവാനെ മഹാവിഷ്ണുവിനെയാണ്, അല്ലാണ്ട് ശിവനെ അല്ല. അതുകൊണ്ട് ശിവൻ തന്നെ മഹാവിഷ്ണു തന്നെയാണ് ഈ ശൈവന്മാർ പറയണതായിട്ടുള്ള ഈശ്വരരൂപവും അതിനുപരിയുള്ളതായിട്ടുള്ള സദാശിവരൂപവും ഒക്കെ ആ മഹാവിഷ്ണു തന്നെയാണ് എന്ന് പറയുകയാണ്. ഇനി ധ്യാനം ച നിഷ്കളം അസൗ പ്രണവേ ഖലുക്വ, പ്രണവത്തിൽ ധ്യാനിക്കണം എന്ന് പറഞ്ഞ നിഷ്കള ബ്രഹ്മരൂപത്തെ പ്രണവത്തിൽ ധ്യാനിക്കണം എന്ന് പറഞ്ഞിട്ട് അതിനുശേഷം ത്വാമേവ തത്ര സകളം, സകല ബ്രഹ്മത്തിനെ ധ്യാനിക്കുമ്പോൾ ഭഗവാനെ ഗുരുവായൂരപ്പനെ തന്നെയാണ്, വിഷ്ണുവിനെ തന്നെയാണ് ധ്യാനിക്കാനായിട്ട് അവിടെ ശങ്കരാചാര്യർ പറയുന്നത് എന്നാണ്. അടുത്ത ശ്ലോകം. സമസ്തസാരേ ച പുരാണസംഗ്രഹേ വിസംശയം ത്വന്മഹിമൈവ വർണ്യതേ ത്രിമൂർത്തിയുക് സത്യപദ ത്രിഭാഗത പരം പദം തേ കഥിതം ന ശൂലിന. അവിടെയും ഇത് തന്നെയാണ്. ഭഗവാൻ തന്നെയാണ് അവിടെ കേമൻ എന്നുള്ളത് മഹത്വം വിഷ്ണുവിനാണ് കൂടുക, ശിവനല്ല എന്ന് ഒന്നും കൂടി സമർത്ഥിക്കുകയാണ് ഈ ശ്ലോകത്തിലും. സമസ്തസാരേച പുരാണസംഗ്രഹേ, പുരാണസംഗ്രഹം എന്നുള്ളതായിട്ടുള്ള ഒരു ഗ്രന്ഥം അവിടെ മാധവാചാര്യർ എഴുതിയിട്ടുള്ളതാണ്. ആ പുരാണസംഗ്രഹം എന്നുള്ളതായിട്ടുള്ള ഗ്രന്ഥം സമസ്തസാരം, എല്ലാറ്റിൻ്റെയും സാരമായിട്ട് എല്ലാ പുരാണങ്ങളുടെയും സംഗ്രഹമായിട്ട് എഴുതിയിട്ടുള്ള ആ പുരാണസംഗ്രഹം എന്നുള്ളതായിട്ടുള്ള ഗ്രന്ഥത്തിൽ വിസംശയം, സംശയമില്ല, അദ്ദേഹം ത്വന്മഹിമൈവ വർണ്യതേ, ഭഗവാന്റെ വിഷ്ണുവിൻ്റെ മഹിമ തന്നെയാണ് വർണ്ണിക്കുന്നത്. സംശയരഹിതമായിട്ട് വിഷ്ണുവിൻ്റെ മഹിമയാണ് ഈ പുരാണസംഗ്രഹത്തിൽ വർണ്ണിക്കുന്നത് എന്നാണ്. ത്രിമൂർത്തിയുക് സത്യപദ ത്രിഭാഗത, ത്രിമൂർത്തികളും വസിക്കുന്നതായിട്ടുള്ള ത്രിമൂർത്തികളുടെയും വാസസ്ഥാനമായിട്ടുള്ള സത്യലോകം. ആ സത്യലോകത്തിലാണ്, സത്യലോകത്തിൽ 3 ഭാഗങ്ങളുണ്ട്. ഒന്ന് വിഷ്ണുവിന്, ഒന്ന് ബ്രഹ്മാവിന്, ഒന്ന് ശിവന്, അങ്ങനെ 3 ഭാഗമുണ്ട് സത്യലോകത്തിൽ എന്നാണ് സങ്കല്പം. ആ ത്രിഭാഗത, ആ 3 ഭാഗങ്ങൾക്കും ഉപരിയായിട്ട് ആ ത്രിമൂർത്തികൾ വസിക്കുന്നതായിട്ടുള്ള സത്യലോകത്തിലെ 3 ഭാഗങ്ങൾക്ക് ഉപരിയായിട്ട് ആ ഭാഗങ്ങൾക്കും പുറത്തായിട്ട് ആ വൈകുണ്ഠം എന്നുള്ളതായിട്ടുള്ള ലോകം ഉണ്ട് എന്ന് പറയുന്നു. ത്രിമൂർത്തിയു സത്യപദ ത്രിഭാഗത പരം, അതിലും ഉപരിയായിട്ട് പദം തേ കഥിതം ആണ് അങ്ങയുടെ സ്ഥാനം എന്ന് പറയുന്നു. അതായത് ഈ ത്രിമൂർത്തികളുടെ സ്ഥാനമായിട്ട് സത്യലോകത്തിൽ 3 സ്ഥാനങ്ങളുണ്ട്. അതിലും ഉപരിയായിട്ട് ആ സത്യലോകത്തിനും ഉപരിയായിട്ട് വൈകുണ്ഠം എന്നുള്ളതായിട്ടുള്ള അങ്ങയുടെ പദം, അങ്ങയുടെ സ്ഥാനം ഉണ്ട് എന്ന് അവിടെ പറയുന്നു എന്നാണ്. പരം പദം തേ കഥിതം എന്ന ശൂലിനഹ, ശൂലിയുടെ അല്ല, അതായത് ശിവന്റെ അല്ല, അങ്ങയുടെ സ്ഥാനമാണ് ആ ഈ സത്യലോകത്തിനും ഉപരിയായിട്ട് വൈകുണ്ഠം എന്ന്
പറയപ്പെടുന്നത് എന്നത് സമസ്തസാരം എന്നുള്ളത് സമസ്തസാരമായിട്ടുള്ള പുരാണ സംഗ്രഹത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്ന് പറയുകയാണ്. അങ്ങനെ 2 ശ്ലോകം. ത്രിമൂർത്തിയു സത്യഭദ ത്രിഭാഗത പരംപദം തേ കഥിതം എന്ന ശൂലിന. പരം ആയിട്ടുള്ള പദമായിട്ട് അങ്ങയുടെ പദം ആയിട്ടുള്ള വൈകുണ്ഠത്തെയാണ് പറയുന്നത്. ശൂലിയുടെ അല്ല, ശൂലിച്ച ശിവൻ്റെ അല്ല, ഭഗവാൻ വിഷ്ണുവിൻ്റെ പദമാണ് ശ്രേഷ്ഠമായിട്ട് പറയുന്നത് എന്ന്. മൂർത്തിത്രയാധികമുവാച ച മന്ത്രശാസ്ത്രസ്യാദൗ കളായ സുഷമം സകലേശ്വരം ത്വാം ധ്യാനം ച നിഷ്കളമസൗ പ്രണവേ ഖലു ത്വാമേവ തത്ര സകളം നിജഗാദനാന്യം. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. മുമ്മൂർത്തിമാർക്കധിപനങ്ങിതി മന്ത്രശാസ്ത്രേ ആചാര്യനോദി സകലേശ്വരമേഘവർണ. ഓങ്കാരമായ വഴി നിഷ്കള പൂജയായും ചൊല്ലുന്നു മൂർത്തി ഭജനത്തിനുമങ്ങെ മാത്രം. സമസ്തസാരേ ച പുരാണസംഗ്രഹേ വിസംശയം ത്വന്മഹിമൈവ വർണ്യതേ. ത്രിമൂർത്തിയുക് സത്യപദ ത്രിഭാഗത പരം പദം തേ കഥിതം ന ശൂലിന. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. ശ്രുതങ്ങളിൽ സത്തു പുരാണ സംഗ്രഹേ ഭവാന്റെ സൽകീർത്തിയ ചൊൽവതെങ്ങുമേ. ത്രിമൂർത്തി വാഴുന്നൊരു സത്യമാമ്പതേ ഭവത്പദം മീതെ ശിവന്റെ അല്ല പോൽ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.